ഈ പറയുന്ന വീട് തുറന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോൾ അവിടെ ബോഡി രക്തം വാർന്ന് കിടക്കുന്ന സംഗീതയുടെ ബോഡി കണ്ടെത്തി. അവർക്ക് 47 വയസ്സാണ് പ്രായം. കൃഷ്ണകുമാറിന് 54 വയസ്സ് പ്രായമുണ്ട്. അപ്പം തുടർന്ന് പോലീസ് പെട്ടെന്ന് തന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിക്കും. പക്ഷേ തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണകുമാർ അതിർത്തി കടന്നുപോയി, കേരളത്തിലേക്ക് കടന്നു. അപ്പോൾ ഇയാൾ പിന്നെ അവിടെ നിന്നും കടന്ന് വീട്ടിലേക്ക് എത്തുന്ന ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ നേരെ വീട്ടിലെത്തി വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് അമ്മയും അച്ഛനും വീടിനുള്ളിലിരിക്കെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഫയർ ചെയ്തു. അത് ഇടത് നെഞ്ചിലാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഇടത് നെഞ്ചിൽ ഫയർ ചെയ്ത് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ വെടിശബ്ദം കേട്ട്, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ വെടിശബ്ദം കേട്ട് ഈ വീട്ടിനകത്ത് നിന്നും അമ്മയും അച്ഛനും ഓടിയെത്തിയപ്പോൾ ഇയാൾ മരണപ്പെട്ടു. ഇയാൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. ഇതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി കാണുന്നു. അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇയാൾ നേരത്തെ തന്നെ. എങ്ങനെ മരണപ്പെടാനുള്ള കാരണം, എളുപ്പത്തിൽ മരണം സംഭവിപ്പിക്കാനുള്ള കാരണം, ഈ കൊല്ലാൻ പോകുന്നവരെല്ലാം തന്നെ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. എങ്ങനെ ആയാൽ കൊലപ്പെടുത്താം, ഏത് രീതിയിൽ. ഇപ്പം മരണപ്പെടുക, ഇപ്പം ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ മരണപ്പെടാനാണെങ്കിൽ ഈ ചിലരുണ്ട് ഇപ്പോൾ ഈ ഹാങ് ചെയ്യുന്നവർ. അപ്പോൾ ഹാങ് ചെയ്യുന്നവർ എങ്ങനെ ലോക്ക് കൃത്യമായി വീഴും എന്നുള്ളത് നോക്കിയിട്ടേ അവർ ചെയ്യത്തുള്ളൂ.